എല്ലാവർക്കും കഞ്ഞീം കപ്പയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി, പച്ചമുളക്, വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, നന്നായി കഴുകിയ ബീഫ്. മസാല പ്രിപ്പറേഷനാണ്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാല ഇവ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നു. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചൂടായ എണ്ണയിലേക്ക് ഇടുന്നു. ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായി മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കുക. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നു. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർക്കുന്നു. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി ഒരു പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നന്നായിട്ട് ഇളക്കുന്നു. ഇവിടെ മസാല നന്നായി ഒരു പേസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ബീഫ് വേവിക്കുന്നതിനുള്ള പ്രോസസ്സാണ്. ഒരു കുക്കറിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇടുന്നു. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മസാല നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. കൂടാതെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സവാള, അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും, അല്പം ഉപ്പും നമ്മൾ ഇതിൽ ചേർക്കുന്നു. പിന്നീട് ബാക്കി നമ്മൾ കരുതി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇവ രണ്ടും നമ്മൾ ഇതിൽ ചേർക്കുന്നു. നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയപ്പോൾ നമ്മളതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ആ മഞ്ഞൾപ്പൊടി നമ്മൾ ഇപ്പോൾ ബീഫിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. നന്നായിട്ട് മസാലയും ഈ എല്ലാ മിക്സ്ചറും നന്നായിട്ട് ഈ ബീഫിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്നു. 5 മുതൽ 6 വിസിൽ വരെ വന്നതിന് ശേഷം
ഏകദേശം തണുത്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം ആ മസാല ബീഫിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കുന്നു. ഒരു ചെറിയ തീയിൽ ഇത് ചൂടാക്കി എടുക്കുന്നു. നന്നായി ഇളക്കിയതിന് ശേഷം അല്പം ചൂടുവെള്ളം ഇതിലൊഴിച്ച് നമ്മൾ ഒന്നുകൂടി ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുന്നു. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രുചിയൂറുന്ന നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.